വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള JSK. നമ്മുടെ സുരേഷ് ഗോപിയുടെ ഈ അടുത്ത കാലത്ത് ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് JSK. എന്നാൽ JSK വേറൊരു പടത്തിലുണ്ട്. പക്ഷേ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അല്ല, ജാക്കി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക. യുദ്ധകാണ്ഡ ചാപ്റ്റർ 2 പറഞ്ഞ സിനിമയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ഈ സിനിമ. കന്നഡ ലാംഗ്വേജിലുള്ള പടമാണ്, പക്ഷെ തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. സോ ഇതിൽ തുടക്കം മാത്രമാണ് ജാക്കി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക പറയുന്നത്. പിന്നീട് നിവേദിത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയാണ് പറയുന്നത്. സോ ഈ സിനിമ കാണാൻ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു ഫാക്ടർ എന്താ വെച്ചാൽ, നമ്മുടെ KGF റോക്കി ബായുടെ അമ്മയായിട്ട് ഒരു ആക്ടർ അഭിനയിച്ചില്ല, ആളാണ് ഈ സിനിമയിലെ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഞാൻ. സോ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ട്വിസ്റ്റും ടേണും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. പിന്നീട് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു ഫ്ലാഷ് ബാക്ക് പോർഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു വക്കീലായ നായകൻ, സോ ആൾ എങ്ങനെ കഷ്ടപ്പെട്ട് വക്കീലാവുന്നു, പിന്നെ എങ്ങനെ ഈ കേസ് എടുക്കുന്നു എന്നൊക്കെയാണ് ഈ സിനിമ പറഞ്ഞുകൊണ്ട്. കിടിലൻ കണ്ടന്റ് ആയിരുന്നു, കിടിലൻ കൺസെപ്റ്റ് ആയിരുന്നു, പക്ഷെ എന്റെ എക്സിക്യൂഷൻ അമ്പേ പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവര് പറയുന്ന ഒരു കേസ് പറയുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ തരുന്ന ഒരു കേസാണ്. സ്റ്റിൽ അത് കാണുമ്പോൾ നമുക്ക് ആ ഇമോഷൻ കിട്ടുകയില്ല. ഇവൻ നമ്മുടെ KGF ആ ഒരു ആക്ടർ ആണെങ്കിൽ പോലും അവര് പലപ്പോഴും കാണിക്കുന്നത് പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. നമുക്കൊരു ഇമോഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇവൻ KGF കിട്ടിയ ഇമോഷൻ, അമ്മ പറഞ്ഞ ആ ഒരു ഫീലിംഗ് കിട്ടിയത് നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. ആൻഡ് ഇതിലത്തെ ഒരു ആക്ടർ ഉണ്ട്, ആളായിരുന്നു ഈ സിനിമത്തെ ഏറ്റവും വലിയൊരു കോമാളി പറയാം. വെറുപ്പിക്കലിന്റെ പീക്ക്